സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഭാഗവത പുരാണത്തിലെ 10-ാം സ്കന്ധത്തിലെ 20-ാം അധ്യായം, അതിലെ കഥയും 21-ാം അധ്യായത്തിലെ ആദ്യ ഭാഗത്തെ കഥയും, ആ രണ്ട് ഭാഗത്തെ വർണ്ണന ഭാഗവത കൈരളിയിൽ വർണ്ണിച്ചിരിക്കുന്നത് വായിക്കാം. ഈ കഥാഭാഗം ഭാഗവത പുരാണത്തിലെ വർണ്ണിച്ചിരിക്കുന്നതും ചുരുക്കിയൊന്ന് ഞാൻ സ്മരിക്കാം. 19-ാം അധ്യായത്തിൽ പ്രലംബവധവും കാട്ടുതീയിൽ നിന്നും ശ്രീകൃഷ്ണൻ ഗോപന്മാരെ രക്ഷിക്കുന്നതും ആണ് വിവരിച്ചത്. ഈ കഥകൾ ഗോപന്മാർ പാമ്പാടിയിൽ വന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഈ സമയത്ത് കൃഷ്ണനെയും രാമനെയും ദേവന്മാരുടെ അവതാരം, ദേവന്മാർ തന്നെയാണ് എന്നവർ കരുതുന്നു. പിന്നീടാണ് ഋതുവർണ്ണനയുടെ ഭാഗം. വർഷകാലത്തിൻ്റെ വർണ്ണനയാണ് ആദ്യമുള്ളത്. വർഷകാല സമയത്ത് നദികൾ ഒക്കെ നിറഞ്ഞു, പ്രകൃതിക്ക് കർഷകർ ഒക്കെ സന്തോഷമാണല്ലോ. പുൽമേടുകളൊക്കെ വളർന്നു വന്നു, സസ്യങ്ങളും വളർന്ന് പന്തലിച്ചു. അങ്ങനെ ആ വർഷകാലത്തിൻ്റെ വിവരണമാണ്. രാമകൃഷ്ണന്മാർ ആ സമയത്തും ഗോപാലന്മാരോടൊപ്പം പശു കിടാങ്ങളെയും കൊണ്ട് വനത്തിൽ പോകും. അവിടെ ഗോവർദ്ധന പർവ്വതത്തിൻ്റെ ചുറ്റുമാണല്ലോ. അവിടെ മഴ പെയ്യുകയാണെങ്കിൽ ഇവർക്ക് കയറി നിൽക്കാനുള്ള ഗുഹകൾ പോലെയുള്ള സ്ഥലമുണ്ട്, നനയാതെ നിൽക്കാനുള്ള സ്ഥലമുണ്ട്. അതുപോലെ തന്നെ ഫലമൂലാദികൾ, പഴങ്ങളുമൊക്കെ വളരെ കൂടുതൽ ആ സമയത്ത് വന്നു. വർഷകാലം പൊതുവേ എല്ലാവർക്കും ബുദ്ധിമുട്ടാണെങ്കിലും ശ്രീകൃഷ്ണനും ഗോപന്മാർക്കും ഒന്നും അങ്ങനെയല്ല. അവർക്ക് പശുവിനാണെങ്കിൽ സുലഭമായിട്ട് പുല്ലുണ്ട്, അതുപോലെ പഴങ്ങളൊക്കെ ചെടികളിലുണ്ടാകുന്നു. അങ്ങനെ അത് ആഹ്ലാദകരമായിട്ട് നയിക്കുന്ന കഥയാണ് വർഷകാലത്തെക്കുറിച്ച് പറയുന്നത്. പിന്നീട് ശരത്കാലമാണല്ലോ. വർഷകാലം മാറിക്കഴിഞ്ഞാൽ വളരെ സ്വച്ഛമായ കാലം, കാലാവസ്ഥ പെട്ടെന്ന് മാറുമല്ലോ. അവിടെ പ്രകൃതിക്ക് കൂടുതൽ മനോഹാരിത ആ സമയത്താണ്. കാരണം വർഷകാലത്തിൻ്റെ ഗുണം കൊണ്ട് പ്രകൃതി യൗവനയുക്തയായി എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പ്രകൃതിയിലെ എല്ലാ സസ്യങ്ങളും എല്ലാ വൃക്ഷങ്ങളുമൊക്കെ ഫലഭൂയിഷ്ഠമായി എന്ന് പറയാം. അതുപോലെ ആകാശമൊക്കെ മേഘം ഇല്ലാത്തതായി, രാത്രിയിൽ നക്ഷത്രശോഭ വളരെ കൂടുതൽ ഉണ്ടാകുമല്ലോ. ചന്ദ്രൻ എപ്പോഴും ഉണ്ടാകും. ചന്ദ്രികയ്ക്ക് ശൈത്യമേറി എന്നാണ് ഭാഗവതത്തിൽ പറയുന്നത്. പകൽ ചൂട് കൂടി തുടങ്ങി. ഈ വർഷകാലത്തെ തണുപ്പ് മാറിയിട്ട് ചൂട് കൂടുന്നുണ്ട്. പക്ഷേ രാത്രിയാകുമ്പോഴുള്ള ചന്ദ്രികയിൽ ആ ചൂടൊക്കെ വളരെ നിസ്സാരമായി മാറി പരിഹരിച്ചു എന്നാണ് ആ ചൂടിൽ. പക്ഷേ ഈ ഭാഗത്ത് കവി പറയുന്നുണ്ട്, ഈ ചന്ദ്രികയ്ക്ക് എല്ലാവർക്കും തണുപ്പായിട്ട് തോന്നിയെങ്കിലും ഗോപികമാർക്ക് അങ്ങനെയല്ല തോന്നിയത് എന്നാണ്. ഈ ചന്ദ്രികയ്ക്ക് അനുരാഗത്തിൻ്റെ ഒരു ഭാവം ചന്ദ്രികയിലുണ്ട് എന്നാണ്. നല്ല ചന്ദ്രികയുള്ള രാത്രികളിൽ അനുരാഗമുള്ളവർക്ക് ദുഃഖം ഉണ്ടാക്കുന്നു എന്നാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഗോപികമാർക്കൊഴിച്ച് ബാക്കിയുള്ളവർക്കില്ല ഈ ചന്ദ്രിക വളരെ തണുപ്പുള്ളതായിട്ട് തോന്നി എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഗോപികമാരുടെ മനസ്സൊക്കെ കൃഷ്ണചിന്തയാൽ കലുഷിതമായി എന്ന് പറഞ്ഞ് കൊണ്ടാണ് ആ അധ്യായം അവസാനിപ്പിക്കുന്നത്. അപ്പം ഗോപികമാരുടെ ആ പ്രേമഭാവത്തിൻ്റെ വർണ്ണന ആരംഭിക്കുന്നതാണ്, ഈ അധ്യായത്തിലാണ് ആരംഭിക്കുന്നത്. 21-ാം അധ്യായം ഈ ശരത്കാല സുന്ദരമായ വൃന്ദാവനത്തിലെ രാമനോടും ഗോപന്മാരോടുമൊത്ത് പശുക്കളെ മേയ്ക്കുന്ന കൃഷ്ണനെ ഓടക്കുഴൽ വായിക്കുന്ന, അതും എപ്പോഴും ഓടക്കുഴൽ വായിക്കുന്ന ഒരു ശീലം കൂടി വന്ന കാര്യമാണ് പറയുന്നത്. അത് ശ്രീകൃഷ്ണൻ്റെ ഓടക്കുഴൽ വളരെ പ്രസിദ്ധമാണല്ലോ. ഓടക്കുഴൽ കേൾക്കുന്നവർക്ക് അതിൽ ലയിച്ച് ഇരിക്കുക, എല്ലാവരും പ്രകൃതി മുഴുവൻ അതിൽ ലയിച്ചിരിക്കുന്നു എന്നാണ്. ഗോപികമാരല്ലെങ്കിൽ തന്നെ ശ്രീകൃഷ്ണൻ വനത്തിൽ പോകുമ്പോൾ തിരിച്ചു വരുന്നത് വരെ ശ്രീകൃഷ്ണനെ ഓർത്തുകൊണ്ടിരിക്കുന്നവരാണ്. അവർക്ക് ഈ വേണുഗാനം കേൾക്കുമ്പോഴേക്കും അവർക്ക് അതിൽ മാത്രമാണ് അവർ ലയിച്ചിരിക്കുകയാണ്. ശ്രീകൃഷ്ണൻ്റെ അല്ലെങ്കിൽ തന്നെ ശ്രീകൃഷ്ണനെ ഓർത്തുകൊണ്ടിരിക്കുന്ന ഈ ഗോപികമാർ ആ വേണുഗാനം കേൾക്കുമ്പോൾ
അവർക്ക് ശ്രീകൃഷ്ണനുമായിട്ടുള്ള അടുപ്പം കൂടുന്നതായിട്ടാണ് പറയുന്നത്. ശ്രീകൃഷ്ണൻ വനത്തിൽ പോകുമ്പോൾ ഗോപിമാർ തമ്മിൽ സംസാരിക്കും, ശ്രീകൃഷ്ണനെക്കുറിച്ച് മാത്രമേ അവർ സംസാരിക്കുകയുള്ളൂ എന്നാണ്. ആ ഭാഗം ഗോപികാവൃന്ദഗാനം എന്ന ഭാഗം ഭാഗവതകാരിലെ പ്രത്യേക ഒരു ശീർഷകത്തിൽ കൊടുക്കുന്നുണ്ട്. അതും ഈ അധ്യായത്തിൽ തന്നെയാണ്, ഗോപികാവൃന്ദഗാനം. അത് അടുത്ത ദിവസം പറയാം. ശ്രീകൃഷ്ണൻ വേണുഗാനം ഓടക്കുഴലുമായിട്ട് നിൽക്കുന്ന ഒരു ഛായാചിത്രം ഈ ഭാഗവത പുരാണത്തിലുള്ളത്. ബർഹാപീഠം നടവരവപുഹു കർണയോ കർണികാരം ബിഭ്രദ്വാസഃ കനകകപിശം വൈജയന്തീഞ്ചമാലാം രന്ധ്രാൻ വേണോരധരസുധയാ പൂരയൻ ഗോപവൃന്ദൈഃ വൃന്ദാരണ്യം സ്വപദരമണം പ്രാവിശദ്ഗീതകീർത്തി എന്നൊരു പദ്യമുണ്ട്. ഇത് പ്രസിദ്ധമായ പദ്യമാണ്. കാരണം മയിൽപ്പീലി ചൂടിക്കൊണ്ട് മഞ്ഞപ്പട്ടുണ്ട്, വൈജയന്തി എന്നുള്ള മാലയുണ്ട്. അതുപോലെ ഓടക്കുഴലും വായിച്ചുകൊണ്ട് ആ ഗോപവൃന്ദങ്ങളുടെ ഇടയ്ക്ക് നിൽക്കുന്ന ശ്രീകൃഷ്ണനെയാണ് ഈ പദ്യത്തിൽ വർണ്ണിക്കുന്നത്. വളരെ ആകർഷകമായ ഈ പദ്യം വളരെ എല്ലാവരും പുകഴ്ത്തിയിട്ടുള്ള പദ്യമാണ്. വേണുഗാനം എന്ന ഈ ശീർഷകവും ഋതുവർണ്ണനയും ഭാഗവതകാരി ലീലേത് വായിക്കുന്നത് ഡോക്ടർ കെ മാലതി ദേവിയാണ്. എല്ലാവർക്കും വിനീതമായ നമസ്കാരം. ഋതുവർണ്ണനം. കാലേ തഥാ ചഞ്ചലചഞ്ചലാഞ്ചിതം കാളാംബുദാളീമിളിതം തദംബരം ലോലാഭമായി നീലകളായ കോമളം പീതാംബരൻ തൻ്റെ കളേബരോപമം ആരാധരം പെയ്താമൃതാംബുശീതളം ധാരാളം ഇന്ദ്രാർപ്പിത ദാനവാരിപോൽ ധാരാനിപാതം കടുതാപമാറ്റി തത്താപത്രയം കൃഷ്ണകടാക്ഷമെന്ന പോൽ വർണ്ണങ്ങളേഴും ശബളാഭമായഴും വിണ്ണിൻ്റെ വില്ലും മുകിലിൽ പ്രകാശിതം കണ്ണിനു പീയൂഷരസം പൊഴിച്ചിടും കണ്ണൻ്റെ പീലി തിരുകൂന്തലെന്ന പോൽ ആമന്ത്രമാകും ഘനനാദമാസ്വദിച്ചാമന്ദമായി ശാന്തമയൂരവൃന്ദവും ആനന്ദനൃത്തങ്ങൾ തുടങ്ങി സജ്ജനം ഗോവിന്ദനാമശ്രവണത്തിലെന്ന പോൽ കളിന്ത കന്യാപുളിനം തകർത്തഹോ കിളർന്നു പങ്കാമ്പു പകർന്നു വേഗവും വളർന്നു വിത്തം വിഷയാർത്ഥമിന്ദ്രിയം പടർന്നു പൊന്തിച്ചൊഴുകുന്ന പോലവേ വർഷാനടീ നൃത്തകലാപ്രദർശനം ഹർഷാവഹം സർവചരാചരങ്ങളും ശീർഷേണ നന്ദിച്ച അഭിനന്ദനങ്ങൾ തൻ വർഷം ചൊരിഞ്ഞാർ കരതാടനന്വിതം നിർത്തി ഘനധ്വാനമൃദംഗനിസ്വനം നൃത്തം കഴിഞ്ഞ അമ്പരരംഗസീമനി വിദ്യുല്ലതാദീപമണഞ്ഞു സത്വരം വിദ്യോതമാനം ദിവിചന്ദ്രമണ്ഡലം ശരദ്വധൂ സുന്ദരമന്ദഹാസമായി സ്ഫുരിച്ചുരാകാശശിബിംബചന്ദ്രിക സരോജപാളി മുഖസുപ്രസാദിത സരോജനീ സൂരകരോപലാളിത തെളിഞ്ഞു വെള്ളം പുളിനങ്ങളും പരം വിളങ്ങിനാളന്നു കളിന്തകന്യക കളായ വർണ്ണൻ കളിയാടി മംഗലം കളങ്കമറ്റുള്ള മനം കണക്കിനെ തളിർത്തു പൂവല്ലികൾ പൂത്തു പൂക്കളങ്ങുതിർത്തു കൃഷ്ണാർച്ചന തൃഷ്ണയാൽ സ്വയം കിളിർത്തു പച്ച പുതുപോൽ പരപ്പതും തിമിർത്തമോദാൽ ഭഗവത് പദാർപ്പണേ കുന്താരവിന്ദാതി സുഗന്ധതുന്തിലൻ മന്ദാലിനൻ വീശി വിശേഷ ശീതളം നന്ദാത്മജൻ ഇന്ദിരതൻ മണാളനാ വൃന്ദാവനത്തിൻ വരവേൽപ്പു നൽകുവാൻ ഏവം ശരത്കാലവിലാസ സൗഭഗം താവുന്ന വൃന്ദാവന പുണ്യഭൂമിയിൽ ഗോവത്സചാരി ബലഗോപസംയുതൻ ശ്രീവത്സധാരി വിളയാടി നന്ദജൻ അണിഞ്ഞൊരുങ്ങി ഭുവനൈക സുന്ദരൻ മണിപ്രവാളാദിവിഭൂഷണാവൃതൻ അനംഗബാണങ്ങളിണങ്ങി ഗോപികാമനംഗവർണ്ണാൻ കളവേണുഗായകൻ പ്രത്യൂഷകാലേ നളിനേക്ഷണൻ വനം പ്രത്യുൽഗമിച്ചാൽ പുനരംബുജാക്ഷികൾ പ്രത്യാശയോടാവഴിതത്ത ദൃഷ്ടികൾ പ്രത്യാഗമിക്കും വരയാർത്തചിത്തരാം ബ്രഹ്മാത്മകൻ സുന്ദര ശബ്ദരൂപമാം ബ്രഹ്മാത്മകം കോമള വേണുനിസ്വനം സമ്മോഹനം പ്രേമമയം ചൊരിഞ്ഞിതേ
സന്മാനസാനന്ദകരം മനോഹരം. ഗോപാലബാലൻ ഭുവനൈകപാലകൻ ഗോപാലനം ചെയ്തു വനേ ചരിക്കവേ ആപൂരണം ചെയ്തിതു വേണുനാളികാമാപൂർണവർണോജ്വലരാഗമാലികാം. സമ്പദ്ധ്യമാന വ്രജസുന്ദരീ മനോബിംബോപമാന മുരളീ മുരാരിതൻ ബിംബാധരം തൂമധുരാർദ്രസുന്ദരം ചുംബിച്ചു രാഗാമൃതധാര തൂകിനാൾ. സ്നിഗ്ധാഭമാം പാദപപാദമണ്ഡലേ മുഗ്ധാംഗനാമോഹനമഞ്ജുളാധരൻ വ്യത്യസ്തമാക്കി പദപങ്കജദ്വയം പ്രത്യേകകാന്താകൃതി നിന്നു നന്ദജൻ. നാളീകനേത്രൻ കളവേണുഗാനമാം മേളം തകർത്താൻ തരളാങ്കുലീതളം താളത്തിലച്ചഞ്ചലപിഞ്ചജാലവും മേളിച്ചിതാലോളിത പീതചേലയും. എല്ലാവർക്കും വിനീതമായ നമസ്കാരം.